ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ കാർത്തിക് എടുത്ത് പറയുന്നുണ്ട് കിരണും കല്യാണിയും ഇനി എന്തായാലും അവൻ ജയിലിൽ കിടക്കട്ടെ കുറെ നാള്. അവനെ എന്തായാലും ജയിലിൽ ഗംഗപ്രസാദിന്റെ ഒരു കൂട്ടാവോലോ. ചേച്ചി ഒന്നും കൊണ്ട് പേടിക്കണ്ട. ചേച്ചിനെ ഈ രീതിയിലാക്കിയ വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് എനിക്കും കിരണേട്ടനും നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോ കാർത്തിക പറയുന്നുണ്ട്, സൂക്ഷിക്കണം മോളെ. അയാളിപ്പോ എന്ത് ചെയ്യണു? അവരുടെയൊക്കെ അച്ഛൻ ആ പ്രകാശൻ, അയാൾ എന്ത് ചെയ്യാൻ ഓടി നടക്കുന്നുണ്ടാവും. കോടതിയും കേസും കാര്യങ്ങളൊക്കെ വരാൻ പോവല്ലേ, അതിനുവേണ്ടി ഓടി നടക്കുമായിരിക്കും. അയാളെയാണ് ഇനി നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, ആ പ്രകാശൻ എന്ന് പറഞ്ഞ ആളെ എന്ന് കാർത്തിക പറയുമ്പോ കിരൺ പറയണ്ടും, അയാളെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമില്ല കാർത്തികെ. അയാളുടെ ഹൃദയമൊക്കെ എന്നേ പണിമുടക്കിയതാണ്. ഒരു ഒറ്റ ചവിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ അയാൾ എപ്പോ വേണമെങ്കിലും ഇല്ലാതാകും. അതുകൊണ്ട് അയാളെ സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും സൂക്ഷിക്കണം കിരണെ എന്ന് കാർത്തിക പറയാണ്. ആ ശരി കാർത്തികെ, നീ എന്തായാലും റെസ്റ്റ് ചെയ്. നാളെയാ കോടതി പറഞ്ഞിരിക്കുന്നത്. നാളെ പോയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കല്യാണിനെ കൂട്ടിക്കൊണ്ട് കിരൺ അവിടെ നിന്ന് പോകുവാട്ടോ. കാർത്തിക വരുന്നൊക്കെ ആലോചിച്ച് അങ്ങനെ തന്നെ കിടക്കുവാണ്. ശേഷം കാണിക്കുന്നത് കിരണും കല്യാണി രാവിലെ തന്നെ കോടതി പോകാൻ വേണ്ടി റെഡി ആയിട്ട് പോകാൻ പോകുമ്പോഴേക്കും ദീപ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാ മക്കളെ, നിങ്ങൾ കോടതിയിലേക്ക് പോവാണോ? അതെ, എന്താ അമ്മേ? അല്ല, ഞാനും കൂടി വരുന്നുണ്ട് എന്ന് പറയാണ്. എനിക്ക് കാണണം, ഞാൻ വയറ്റി പ്രസവിച്ച ആ ഒരു സാധനം എന്തായാലും ഇന്ന് ജയിലിലേക്ക് പോകുന്ന രംഗം എനിക്ക് കാണണം. എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ട് കോടതിയിൽ എന്ന് പറയുമ്പോ കിരൺ പറയുന്നുണ്ട്, അമ്മ ഇപ്പൊ കാണിക്കുന്ന ധൈര്യം ഉണ്ടല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് പ്രകാശം എന്ന് പറഞ്ഞ ആള് പെമ്പിള്ളേരെ ഇഷ്ടമല്ലാതെ തള്ളിക്കളഞ്ഞ ആ സമയത്ത് ഈ ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ അമ്മയുടെ ജീവിതം ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു. അമ്മയുടെ മാത്രമല്ല, കല്യാണിയുടെ കാദംബരിയുടെ ആരുടെ ജീവിതം ഇങ്ങനെ ആവില്ല. ചിലപ്പോ വിക്രമം ചിലപ്പോ നന്നായാനെ. കിരണേട്ട, അങ്ങനെ ഒന്നും പറയണ്ട. അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം. നോക്ക്, തെറ്റ് ചെയ്യാത്തവരൊക്കെ ശിക്ഷിക്കപ്പെടുന്ന കാലമായി ഇപ്പത്തെ. താരാന്റെ എന്ത് തെറ്റ് ചെയ്തിട്ട് എത്ര നാളെ ശിക്ഷിച്ചത്? അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കിരണേട്ട. ഞാനൊന്നും പറയുന്നില്ല അമ്മേ, പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അമ്മയും കൂടി വാ, അമ്മക്കും കൂടി ആ കാഴ്ച കാണുമല്ലോ. അതേ മോനെ, എനിക്ക് കാണണം. അവനെ പോലീസുകാര് പിടിച്ചു വലിച്ച് ജയിലിലേക്ക് കൊണ്ടുവന്നത് എനിക്ക് കാണണം എന്ന് പറയാണ്. എന്ന് പറയുന്നുണ്ട്. അമ്മ കാറിൽ കയറിക്കോ എന്ന് പറയാണ്. ദീപ കാറിലേക്ക് കയറുന്ന സമയത്ത് കിരൺ കല്യാണി അടുത്ത് പറയുന്നുണ്ട്, പാവം അമ്മക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയുമ്പോ, പിന്നെ വിഷമില്ലാതിരിക്കോ കിരണേട്ടാ, അമ്മ മാതിരിയല്ലേ ആ വിക്രം എന്ന് പറഞ്ഞൊരുത്തെ കാണിച്ചു കൂട്ടണത് എന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് പ്രകാശനെയാട്ടോ. പ്രകാശൻ രാവിലെ തന്നെ എന്താണ് കോടതിന് മുമ്പിൽ അങ്ങനെ നിൽക്കുവാണ്. കോടതിക്ക് തൊട്ട് മുന്നിൽ പോണ മുമ്പ് കിരൺ വേഗം തന്നെ രാഹുലിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. രാഹുൽ അങ്ങനെ കിടന്ന് കൈയൊക്കെ ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. രാഹുലിനോട് കിരൺ പറയണ്ട്, ഹലോ അത് പറയാണ്. അതെ, തനിക്കൊരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. തന്റെ ആ കൂട്ടുകാരുണ്ടല്ലോ പ്രകാശൻ, അയാളുടെ മോൻ വിക്രമാദിത്യൻ, അവനിപ്പോ ജയിലിലാണ് എന്ന് പറയാണ്. ജയിലിലോ? അതെ, പെങ്ങളുടെ തലക്കടിച്ചു, അതാണ് അവനുള്ള ശിക്ഷ എന്ന് പറയുമ്പോ രാഹുൽ അത് ചിരിക്കേണ്ട. എടോ, താൻ ചിരിക്കൊന്നും വേണ്ട, താൻ സന്തോഷിക്കണ്ട. പെങ്ങളെന്ന് പറഞ്ഞത് കല്യാണിയല്ല, അവന് മൊത്തം 3 പെങ്ങൾമാരുണ്ടല്ലോ. കാർത്തിക, കല്യാണി, കാദംബരി. അതിൽ കാർത്തികക്കല്ല, കല്യാണിക്കും കാദംബരിക്കും അല്ല അവൻ കെണി വെച്ചത്. കാർത്തിക എന്ന് പറഞ്ഞ അവളുടെ മൂത്ത ചേച്ചിക്ക. അപ്പോഴേക്കും രാഹുലിന്റെ മുഖം മാറുവാട്ടോ. ആഹാ, കാർത്തികയുടെ പേര് കേട്ടപ്പോ തന്നെ മുഖം മാറിയല്ലോ. ഓ, താൻ വിചാരിച്ചു കല്യാണിനെ ഉപദ്രവിച്ചെന്നല്ലേ? അങ്ങനെ താൻ വിചാരിക്കണോ? എടോ, പിന്നെ എന്തായാലും ശത്രുക്കൾക്കൊക്കെ നന്നായിട്ട് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുക. തെറ്റ് ചെയ്തവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാടോ. ഗംഗപ്രസാദ്, വിക്രം, ഇനി പ്രകാശൻ ഉടനെ ജയിലിലേക്ക് പോകും. പിന്നുള്ളത് താനും തന്റെ ഭാര്യയൊക്കെ നരകിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. മോനെ കിരണെ, എന്റെ മനസ്സിൽ ഇപ്പൊ ദുഷ്ടചിന്തകളൊന്നും ഇല്ലടാ. ആകെ പശ്ചാത്താപം മാത്രമേ ഉള്ളൂ. ആരുടെ? തന്റെ മനസ്സിലോ? എടോ, താന് പണ്ടേ ദുഷ്ടനാടോ. താൻ പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു. താൻ പറഞ്ഞ എല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു കിരൺ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ്. തന്റെ മോളെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് താൻ എന്തൊക്കെയാണ് ചെയ്തത്? എന്റെ അമ്മയെയും അച്ഛനെയും താൻ വേർപെടുത്തിയില്ലേ? അമ്മയുടെ സ്വത്തുക്കളെല്ലാം തന്റെ മോൾക്ക് കിട്ടാൻ വേണ്ടി താൻ എന്തൊക്കെ ദുഷ്ടതകൾ ചെയ്തോ? എന്നിട്ട് എല്ലാം തനിക്ക് കിട്ടിയോ? തന്റെ മോളുടെ ജീവിതത്തിലൂടെ ഏറ്റവും കൂടുതൽ തകർന്നത് താനിനി കാണൂടോ. താനും തന്റെ ഭാര്യയും കാണും തന്റെ മോള് ഏങ്ങിലടിച്ച് കരയണത്. അതിനി അത്ര താമസമൊന്നും ഇല്ല, താനും അനുഭവിക്കാൻ പോവാണ്. എടോ, ഞാൻ തന്നോട് ഒരു ഡൗട്ട് ചോദിക്കട്ടെ? എന്താ കിരൺ മോനെ? അല്ല, തന്റെ നട്ടലൊക്കെ ശരിയായോടോ? താനെ ഞാൻ അഭിനയിച്ച് കിടന്ന പോലെ തന്നെ വെറുതെ അഭിനയിച്ച് കിടക്കുവാണോ എന്ന് ചോദിക്കുകയാണ്. വെറുതെ അഭിനയിച്ച് കിടക്കാൻ കുഴപ്പമൊന്നുമില്ല. താൻ എഴുന്നേറ്റ് നടക്കുമ്പോഴേ തന്നെ വീണ്ടും ഒന്ന് ചവിട്ടി കൂട്ടി ഞാൻ ബെഡിലേക്ക് ആക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് കോടതി പോകാൻ സമയം, ഞങ്ങൾ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അതിനുശേഷം കാണിക്കുന്നത് അപ്പൊ കിരണും അതുപോലെ തന്നെ അമ്മുമ്മയും കല്യാണിയും ദീപയും എല്ലാരും കൂടി കോടതിയിൽ എത്തുമ്പോഴേക്കും പ്രകാശൻ അവിടെ രാവിലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പ്രകാശൻ അവിടെ നിൽക്കുന്ന സമയത്ത് പ്രകാശൻ മനസ്സിൽ വിചാരിക്കണം, എന്റെ അമ്മയുണ്ടല്ലോ അവരുടെ കൂടെ. മുമ്പ് വിക്രത്തിന് വേണ്ടി സാക്ഷി പറയാൻ നിന്നിരുന്ന അമ്മയാണ് ഇപ്പൊ അവരുടെ കൂടെ നിൽക്കണത് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാട്ടോ. ശേഷം കിരൺ ചോദിക്കണ, രാവിലെ തന്നെ വന്നിട്ടുണ്ടല്ലോ താൻ എന്ന് പറയുമ്പോ, അതേടാ രാവിലെ തന്നെ വന്നു. എന്റെ മോനെ ചെയ്യാത്ത തെറ്റിനെ നിങ്ങളെല്ലാവരും കൂടെ അകത്തിട്ടില്ലേ? എടോ, തനിക്ക് എങ്ങനെയാട്ടോ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്? ചെയ്യാത്ത തെറ്റിനെ പോലും തന്റെ മോൻ തെറ്റുകളല്ലേ ഇവിടെ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോ ദീപ പറയണ്ട്, അല്ലെങ്കിലും ഇയാൾ അങ്ങനെയല്ലേ പറയുള്ളൂ എന്ന് പറയാണ്. അമ്മടുത്ത് പറയണ്ട് പ്രകാശ്, എന്നാൽ അമ്മ ഇവിടെ കൂടെ കൂടിയല്ലോ. അതേടാ കൂടോടാ, എന്റെ കല്യാണി മോളെയും കാർത്തിക മോളെയും കാദംബരിയൊക്കെ ഉപദ്രവിക്കാൻ നോക്കി ഞാൻ ഇവരുടെ കൂടെ തന്നെ നിൽക്കും.
എടാ പ്രകാശ, നിനക്ക് ഇനിയെങ്കിലും നന്നായി കൂടെടാ എന്ന് ചോദിക്കാണ്. അമ്മ തന്നെ ഇങ്ങനെ പറയണോമെന്ന് പറയണം. അതേടാ ഞാൻ പറയോടാ. എടാ കല്യാണി ദീപയുടെ വയലിലെ സമയത്ത് എത്ര പ്രാവശ്യം കൊല്ലാൻ നോക്കിയതാടാ. അതെ കൊല്ലാൻ നോക്കി. ആരാ കൊല്ലാൻ നോക്കിയത്? നിങ്ങൾ കൂടിയല്ലേ കിളവി. നിങ്ങളല്ലേ കിളവി എനിക്ക് ആ മരുന്ന് തന്നിട്ട് കൊടുക്കുന്ന് പറഞ്ഞ് ബലം പ്രയോഗിച്ച് കൊടുപ്പിച്ചത്. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ നല്ലതായല്ലേ. അതേടാ ഞാൻ തന്നെയാ തെറ്റ് ചെയ്യിപ്പിച്ചത്. പക്ഷെ ഒരു സമയപ്പ ഞാൻ തിരുത്തി എല്ലാ തെറ്റുകളും ഏറ്റു പറഞ്ഞ് ദൈവത്തോട് മാപ്പ് പറഞ്ഞ് കിരണനും കല്യാണി മോൾക്കും വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഏത് നേരം പ്രാർത്ഥനയും വഴിപാടും നടക്കുവാണ്. നിന്റെ മോൻ തെറ്റുകാരന്റെ മനസ്സിലാക്കിയിട്ടും നീ അവന്റെ കൂടെയാ നിൽക്കണത്. അതുകൊണ്ടാ പ്രകാശ നിന്റെ കൂടെ എപ്പോഴും ദൈവം ഇല്ലാത്തത്. എന്തായാലും നന്മയുള്ളവരുടെ കൂടെ നിന്നാൽ മാത്രമേ പ്രകാശ ദൈവം ഉണ്ടാവുള്ളൂ. എന്തായാലും ഞാൻ മാറിയല്ലോ ഈ വയസ്സാം കാലത്ത്. ഇനി എനിക്ക് മുമ്പ് ചെയ്ത തെറ്റിന്റെ പേരിൽ ശിക്ഷ തന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും കിരണും കല്യാണിക്ക് വേണ്ടി ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതെന്നെ ഞാൻ കാണുന്ന മഹാപുണ്യം എന്ന് അമ്മൂമ്മ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ വിക്രം അങ്ങോട്ടേക്ക് വരുവാട്ടോ. വിക്രം പോലീസുകാരൊക്കെ ഉണ്ട്. വിക്രത്തിന്റെ കോലമൊക്കെ ആകെ ഇടിഞ്ഞ് ചതന്നൊക്കെ ഇരിക്കാട്ടോ. വിക്രമത്തിന് പോലീസുകാരെങ്ങനെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകണ്ട. അങ്ങനെ കോടതിയുടെ സമയമാവണം. അങ്ങനെ ജഡ്ജി ഇരിക്കുന്നുണ്ട്, വിക്രം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. അപ്പൊ വിക്രത്തിന്റെ വക്കീലാണ് ആദ്യം വാദിക്കാൻ വേണ്ടി വരുന്നത്. വിക്രത്തോട് ചോദിക്കുന്നുണ്ട്, പോലീസുകാർ നന്നായിട്ട് ഉപദ്രവിച്ചു അല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെ സാർ നന്നായിട്ട് ഉപദ്രവിച്ചു എന്ന് പറയാണ്. അപ്പൊ ജഡ്ജി ചോദിക്കണ്ടേ എന്താണ് പോലീസുകാർ ഇത് എന്ന് പറയുമ്പോ വിക്രം പറഞ്ഞാൽ കുറ്റം സമ്മതിച്ചിട്ടും എന്നെ ഇവര് ഉപദ്രവിച്ചു സാറേ എന്ന് പറയാണ്. എടോ പോലീസുകാരെ ഇങ്ങനെയാണോ ഒരാളെ ഉപദ്രവിക്കണത് എന്ന് ചോദിക്കുമ്പോ സാറേ ഇവൻ കുറ്റം സമ്മതിച്ചില്ല, അതുകൊണ്ടാണ് യുവർ ഓണർ ഞാൻ ഇവനെ ഉപദ്രവിച്ചതെന്ന് പറയാണ്. കൊള്ളാം നല്ല പോലീസുകാരൻ എന്ന് ജഡ്ജി പറയാണ്. ശേഷം വിക്രം പറയണ്ടേ എന്റെ മേത്ത് അധികം ഡാമേജ് ഒന്നും പുറമേ കാണുന്നില്ലെങ്കിൽ ഉള്ളിലൊക്കെ നല്ല വേദനയാണ്, അത്രമാത്രം എന്നെ ഉപദ്രവിച്ചെന്ന് പറയാണ്. അങ്ങനെ വിക്രത്തിന്റെ വക്കീൽ ചോദിക്കണ്ട, അല്ല നിങ്ങൾ ഇത്രമാത്രം ശത്രുത ഉണ്ടാവാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാത്തിനും കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല എന്നൊക്കെ വിക്രം പറയുമ്പോ അല്ല നിങ്ങളുടെ മൂത്ത പെങ്ങളെ തലക്കടിച്ചു എന്നുള്ള കേസിലാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നത്. നിങ്ങൾ ഇന്നലെ രാത്രി എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോ അയ്യോ സാറേ ഞാൻ എവിടെയും പോയില്ല, ഞാനും എന്റെ അച്ഛനും കൂടി സമാധാനത്തോടെ ഭക്ഷണവും കഴിച്ച് ടിവിയും കണ്ട് 12 മണി വരെ സിനിമയും കണ്ട് കിടന്നുറങ്ങിയതായിരുന്നു, ഞങ്ങൾ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വക്കീല് പറയണ്ടേ ഈ കേസിന്റെ വാദത്തിന് വേണ്ടി പ്രകാശനെ ഞാൻ വിളിക്കുകയാണെന്ന് പറയണം. അങ്ങനെ പ്രകാശൻ അങ്ങോട്ടേക്ക് വരുവാണ്. പ്രകാശൻ ഇങ്ങനെ പറയണ്ടേ സാറേ എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ജഡ്ജിയെടുത്ത് ഇങ്ങനെ വീരവാദം പറയട്ടോ, എന്റെ മോൻ ഒരു തെറ്റും ചെയ്യാറില്ല, പിന്നെ തന്റെ മോൻ എങ്ങനെയാണോ ഈ ജയിലിലേക്ക് വന്നത് കോടതിയിലേക്ക് വന്നത് എന്ന് വക്കീല് ചോദിക്കുമ്പോ അതോ ഇവന്റെ 3 പെങ്ങന്മാരുണ്ട്, അതില് രണ്ടാമത്തവളുണ്ട് കല്യാണി എന്ന് പറഞ്ഞവള്, അവൾക്ക് ഇവനെ കണ്ണെടുത്താൽ കണ്ടൂടാ. കാരണം ചെറുപ്പം മുതലേ എനിക്ക് പെമ്മക്കൾ ഉണ്ടായിട്ട് അവസാനമാണ് വിക്രം ഉണ്ടായത്. അപ്പൊ അവനടുത്ത് എനിക്ക് കുറച്ചൊരു സ്നേഹം കൂടുതലുണ്ട്. അത് കല്യാണിക്ക് ഒട്ടും സഹിക്കില്ലായിരുന്നു. ചെറുപ്പം മുതൽ ഇവനെ ഉപദ്രവിക്കാൻ മാത്രമേ അവള് നോക്കിയിട്ടുള്ളൂ. ഇപ്പൊ അവൾക്ക് നല്ലൊരു ജീവിതം ഞാൻ തന്നെ അവളുടെ കൈ പിടിച്ചു കൊടുത്തു, നല്ലൊരു പണക്കാരനെ തന്നെ അവൾക്ക് കല്യാണം കഴിക്കുന്ന പറഞ്ഞ വാശി പിടിക്കായിരുന്നു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് കിരൺ എന്ന് പറഞ്ഞ പണക്കാരനെ കണ്ടുപിടിച്ച് അവളുടെ കൈ നല്ല രീതിയിൽ തന്നെ വിവാഹം നടത്തി കൊടുത്തു. പക്ഷെ എന്നിട്ടും അവളുടെ കള്ളി അടങ്ങിയില്ല. സമയം കിട്ടുമ്പോഴൊക്കെ എന്റെ മോനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കില്ല അവളുടെ പണി എന്ന് പറയുമ്പോ തന്നെ പെട്ടെന്ന് അവിടെ ഇരിക്കുന്നുണ്ടായ അമ്മുമ്മ എഴുതേക്കുവാണ്. യുവർ ഓണർ ഇവൻ പറഞ്ഞ നുണയാണ്, ഇവൻ പറഞ്ഞ പച്ചക്കള്ളമാണ്, കല്യാണി മോളിൽ ഇവൻ ഉപദ്രവിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോ നമ്മുടെ ജഡ്ജി ചോദിക്കണ്ട, അല്ല നിങ്ങളുടെ പേര് എന്താ ചോദിക്കുമ്പോ ഞാൻ പ്രകാശിന്റെ അമ്മയാണ്. ഓക്കെ നിങ്ങളുടെ വീട്ടുപേരെന്താണ്? കായൽവാരത്ത് നിങ്ങളുടെ വീടല്ലേ ഇത് പറയാനായിട്ട്, നിങ്ങൾക്ക് പറയാൻ സമയം തരുമ്പോ നിങ്ങൾ പറഞ്ഞാൽ മതി, അവിടെ തന്നെ ഇരിക്കൂ എന്ന് ജഡ്ജി പറയുന്നു. സോറി എനിക്ക് പെട്ടെന്ന് സഹിക്കാൻ പറ്റില്ല നുണ പറഞ്ഞപ്പോ അതുകൊണ്ട് പറഞ്ഞതാണ് സാറേ സോറി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് നമ്മുടെ അമ്മുമ്മ. അങ്ങനെ പ്രകാശം പറയണ്ടേ സാറേ ഞാൻ പറഞ്ഞല്ലോ എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പാവമാണ് പഞ്ചപാവൻ, ഇവളെപ്പോഴും കള്ളക്കേസിൽ കൊടുക്കല, എന്റെ മോനെ കള്ളക്കേസിൽ കൊടുക്കല ഈ കല്യാണിന്റെ പണി എന്ന് പറയുമ്പോ വക്കീൽ ചോദിക്കണ്ട, ഓഹോ അപ്പൊ നിങ്ങളുടെ മോനെ ഇതിനു മുമ്പ് കേസുകളിൽ പെട്ടതൊക്കെ കല്യാണി കള്ളക്കേസിൽ കുടുക്കിയതാണോ? അതെ സാറേ ഈ കല്യാണി കള്ളക്കേസിൽ കുടുക്കിയതാ സാറേ എന്നൊക്കെ പറയാണ്. എന്താ പ്രകാശിന് പോകാം എന്ന് വക്കീല് പറയുമ്പോ പ്രകാശിന് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വിക്രത്തിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വിക്രം ഇങ്ങനെ നിൽക്കുന്ന ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.